ഈ ദിവസം ചന്തയിൽ പോയി ഉലുവാച്ച് വാങ്ങിച്ച സമയത്ത് എന്റെ കണ്ണുകൾ പരതിക്കൊണ്ടിരുന്നത് അപ്പുറത്തെ മീൻകാരി ചേച്ചിയുടെ പാത്രത്തിലെ അയിലയിലോട്ടായിരുന്നു. ഏട്ടൻ കണ്ണൻ കുഴിയാളെ വാങ്ങിക്കാനാണ് പറഞ്ഞതെങ്കിലും എന്റെ മനസ്സിൽ അയിലക്കകത്ത് തന്നെ ഉടക്കി കിടന്നുകൊണ്ട് വേറെ ഒന്നും നോക്കിയില്ല. ഞാൻ ഉലുവാച്ചിയുടെ കൂടെ 100 രൂപയ്ക്ക് ഈ 2 അയിലയും കൂടെ വാങ്ങിച്ചുകൊണ്ടാണ് വീട്ടിലോട്ട് വന്നത്. ഇത് വാങ്ങിക്കാനുണ്ട് പ്രത്യേക സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എനിക്ക് വലിയ അയില ഉണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ കാട്ടയില എന്ന് പറയും, അതെനിക്ക് നല്ല ഇഷ്ടമാണ്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞൻചാള പോലെ തന്നെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ കുഞ്ഞനയില. കുഞ്ഞൻചാളയ്ക്ക് പിന്നെ ഒരു ടേസ്റ്റ് എങ്കിലും ഉണ്ട്, എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ കുഞ്ഞനയില എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ഞാൻ വാങ്ങാറുമില്ല. അങ്ങനെ മീനൊക്കെ കണ്ടിച്ചൊരു കുളിയും പാസ്സാക്കി വിളക്കൊക്കെ കത്തിച്ച് മീൻ കറി വെക്കാനുള്ള പരിപാടികളങ്ങ് തുടങ്ങി. ഇന്ന് അടുക്കളയിൽ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് പീലിയും കൂടെ കയറിയിട്ടുണ്ട്. സഹായിക്കാനൊന്നും ആളായിട്ടില്ലെങ്കിലും ഞാനിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ അത് കാണാനും അത് രുചിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാനും ഒക്കെ പുള്ളിക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യത്തിൽ ഞാൻ ഈ അയില മുറിക്കാതെ മൊത്തത്തിൽ വറുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ വൈകിട്ടത്തേക്ക് ഇന്ന് മീൻകറി ഒന്നും ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാനൊന്ന് സാക്രിഫൈസ് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ കറികളൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്ക് പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ള അപ്പത്തിനുള്ള മാവും അങ്ങ് ആട്ടി വെച്ചു. അങ്ങനെ ജോലിയൊക്കെ തീർത്ത് വെച്ചിട്ട് നല്ല ചൂട് മീൻകറി മുരിങ്ങല ഒഴിച്ചറിയും കൂടി നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. അപ്പൊ ഓക്കെ, ബൈ.